ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബ്ലോക്ക് 3യിലേക്ക് പോവാണ്. ഈ 3യിൽ 3 ചാപ്റ്ററാണുള്ളത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 2 ആൻഡ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോക്കാം. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് എന്ന് നോക്കാം. കൺസൈൻമെൻറ്റ്: വെൻ ഗുഡ്സ് ആർ സെൻഡ് ബൈ ദ മാനുഫാക്ചറർ ഓർ ദ ട്രേഡർ ടു ആൻ ഏജൻറ്റ് ടു ബി സോൾഡ് ബൈ ഹിം ഓൺ കമ്മീഷൻ ബേസിസ് ആൻഡ് അറ്റ് ദ റിസ്ക് ആൻഡ് അക്കൗണ്ട് ഓഫ് ദി ഫോമർ ദേ ആർ സെഡ് ടു ബി സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അതായത് ഒരു വ്യക്തി, ഒരു മാനുഫാക്ചറർ ആകാം, അയാളൊരു ട്രേഡർ ആകാം, അയാളുടെ വിൽക്കാനുള്ള ഗുഡ്സ് നമ്മൾ വേറൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഓൺ ബിഹാഫായിട്ട്, അതായത് അയാൾക്ക് നേരിട്ട് പോയി അയാൾക്ക് പകരം, മാനുഫാക്ചർക്ക് പകരം നമ്മൾ ഗുഡ്സ് ആർക്ക് കൊടുക്കുകയാണ്? ഒരു ഏജൻറ്റിൻ്റെ കൈ കൊടുക്കുകയാണ് വിൽക്കാനായിട്ട്. അപ്പോൾ അയാൾ നമുക്ക് വിറ്റിട്ട് എന്ത് തരും? പൈസ തരും. അപ്പം അതിനെന്താ കൊടുക്കണം? അയാൾക്ക് നമ്മളൊരു അതായത് ആ വ്യക്തി വിറ്റ് നമുക്ക് ആ ഗുഡ്സ് സെയിലാക്കി തരുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ ഏജൻറ്റ്, അയാൾക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗുഡ്സ് സെയിൽ പർപ്പസിന് വേണ്ടി വേറൊരു ഏജൻറ്റിന് കൈമാറുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം പാർട്ടീസ് ടു ദ കൺസൈൻമെൻറ്റ്. രണ്ട് പാർട്ടി, ഈ ഒരു കൺസൈൻമെൻറ്റ് എഗ്രിമെൻറ്റിനകത്ത് 2 പാർട്ടീസാണ് ഉള്ളത്. ഒന്ന് കൺസൈനറും കൺസൈനിയും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഗുഡ്സ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ദ പേഴ്സൺ ഹൂ സെൻഡ്സ് ദ ഗുഡ്സ്, ഈ ഗുഡ്സ് ഏജൻറ്റിന് കൈമാറുന്ന ആ ഓണർക്ക്, ആ മാനുഫാക്ചർക്ക് പറയുന്ന പേരാണ് കൺസൈനർ. ഇനി ആ ഒരു ഏജൻറ് ഉണ്ടല്ലോ, നമ്മൾ ഗുഡ്സ് സെയിൽ പർപ്പസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഏജൻറ്റ്, ആ ഏജൻറ്റിന് പറയുന്ന പേരാണ് കൺസൈനി. ഓക്കെ, അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഡ്സ് ആർ ഫോർവേഡഡ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സെയിൽ അറ്റ് എ പ്രോഫിറ്റ്. വിൽക്കാനായിട്ടാണ്, വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Second, under the consignment, goods are to be treated as the property of the consignor and to be sold at his risk entirely. ഗുഡ്സ് എന്താണ്? അയാളുടെ പ്രോപ്പർട്ടി ആയിട്ടാണ്, അതിൻ്റെ ഓണർഷിപ്പ് ഒന്നും നമ്മൾ ഏജൻറ്റിന് കൊടുക്കുന്നില്ല. കൺസൈനറുടെ എന്താണ്, പ്രോപ്പർട്ടി തന്നെയാണ്. അതിൻ്റെ ഫുൾ റിസ്ക്കും ആര് തന്നെ എടുക്കണം? കൺസൈനർ തന്നെ എടുക്കണം. Third one, the consignor does not sell the goods to the consignee. Therefore, he cannot ask the consignee to pay the price of the goods. അതായത് കൺസൈനിക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതേ ഉള്ളൂ, അല്ല നമ്മൾ വിൽക്കുമല്ല. അതുകൊണ്ട് തന്നെ കൺസൈനർക്ക് എന്ത് കൊടുക്കണ്ട? പൈസയൊന്നും കൊടുക്കണം. അതായത് ഏജൻറ്റ് മാനുഫാക്ചർക്ക് പൈസയൊന്നും കൊടുക്കേണ്ട, ഇതൊരു സെയിൽ അല്ലല്ലോ. ദെൻ അടുത്തത്, ദ കൺസൈനി എഗ്രീസ് ടു സെൽ ദ ഗുഡ്സ് ഫോർ ആൻ എഗ്രീഡ് റേറ്റ് ഓഫ് കമ്മീഷൻ ആൻഡ് ഈസ് അലൗഡ് ടു ഡിഡക്ട് ഹിസ് ഇൻ കമ്മീഷൻ ഡ്യൂ ഫ്രം ദ സെയിൽസ് പ്രൊസീഡ്സ്. ഈ ഒരു കൺസൈനിക്ക്, അതായത് ഏജൻറ്റിന് നമ്മളൊരു കമ്മീഷൻ ബേസിലാണ് അയാളിത് ചെയ്യുന്നത്. ആ സെയിൽ പ്രൊസീഡ്സിൽ നിന്ന്, അതായത് വിറ്റ് കിട്ടുന്ന ആ രൂപയിൽ നിന്ന് അയാളുടെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കിയുള്ളതേ ഓണർക്ക് കൊടുക്കത്തുള്ളൂ. Next one, the agent enters into a picture only when he sells goods and realize the amount. അപ്പം ഏജൻറ്റിൻ്റെ അല്ലെങ്കിൽ കൺസൈനിയുടെ റോൾ എപ്പോൾ മാത്രമേ വരുന്നുള്ളൂ? അയാൾ ആ ഗുഡ്സ് സെല്ലായി കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ ഒരു റോൾ അവിടെ വരുന്നുള്ളൂ. Next one, as it is not a sale, whatever the consignee does is on behalf of the consignor, and therefore all legitimate expenses incurred by the consignee for receiving and selling the goods should be reimbursed. അപ്പം കൺസൈനി ഇത് ഗുഡ്സ് വാങ്ങിക്കുകയൊന്നും അല്ലല്ലോ, സെയിലല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകൾക്കും ഏജൻറ്റിന് ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും തിരിച്ചു കിട്ടാനുള്ള, റീഎംബേഴ്സ് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഏജൻറ്റിന് ഉണ്ട്. അടുത്ത്, എനി സ്റ്റോക്ക് റിമൈനിങ് അൺസോൾഡ് വിത്ത് ദ കൺസൈനി ബിലോങ്സ് ടു ദ കൺസൈനർ. അതായത് ഏതെങ്കിലും സ്റ്റോക്ക്, നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിൽ ഏതെങ്കിലും അൺസോൾഡ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ആർക്ക് തന്നെ കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആസ് ദ കൺസൈനി ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ, ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് സെൻഡ് ടു കൺസൈൻമെൻറ്റ് ബിലോങ്സ് ടു ദ കൺസൈനർ. ഇതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും, ഇതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? കൺസൈനർക്കുള്ളതാണ്, നോട്ട് ടു ദ കൺസൈനി. ഓക്കെ, നമുക്ക് നോക്കാം ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെയിൽ ആൻഡ് കൺസൈൻമെൻറ്റ്. ഒരു സെയിലും കൺസൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. സിമ്പിളാണ്. പാർട്ടീസ് നോക്കിയാൽ സെയിലിനകത്ത് സെല്ലറും ബയറും, കൺസൈൻമെൻറ്റിനകത്ത് കൺസൈനറും കൺസൈനിയും. ദെൻ ഓണർഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ദ ബയർ. സെയിലിൻ്റെ കാര്യത്തിൽ സെല്ലറുടെ അടുത്തു നിന്ന് ഓണർഷിപ്പ് ബയ്യറുടെ അടുത്തു നിന്ന് പോകുന്നു. പക്ഷേ കൺസൈൻമെൻറ്റിൽ അങ്ങനെ പോവോ? ഇല്ല, ഓണർഷിപ്പ് പോകത്തില്ല. മിയർലി നമ്മൾ ആ ഗുഡ്സ് മാത്രമേ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ.
Then relationship. The relationship between the seller and the buyer of the goods is that of a creditor and debtor. സെല്ലറും ബയ്യറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്ററും ഡെറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. കൺസൈൻമെൻറ്റിലാണെങ്കിൽ the relationship between the consignor and the consignee is that of a principal and agent. ഒരു പ്രിൻസിപ്പലും ഏജൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ് അവിടെ ഉള്ളത്. എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആർ ബോൺ ബൈ ദ ബയർ. നമ്മൾ ഗുഡ്സ് ബയർക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിനെ കണക്ട് ചെയ്ത് എന്ത് എക്സ്പെൻസ് വന്നാലും അത് ആരാ സഹിക്കേണ്ടത്? ബയർ. പക്ഷേ കൺസൈൻമെൻറ്റിനകത്ത് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി ഇൻ കണക്ഷൻ വിത്ത് ദ ഗുഡ്സ് കൺസൈൻ ടു ഹിം ആർ ബോൺ ബൈ ദ കൺസൈനർ. ഇവിടെ കൺസൈൻമെൻറ്റിനകത്ത് ഒരിക്കലും സെയിൽ അല്ലല്ലോ നടക്കുന്നത്, ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് എക്സ്പെൻസ് വന്നാലും അത് ആരാ മീറ്റ് ചെയ്യേണ്ടത്? കൺസൈനർ അല്ലെങ്കിൽ പ്രിൻസിപ്പലാണ് അല്ലെങ്കിൽ ഓണർ. റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ഗുഡ്സ് സോൾഡ് ഇസ് ട്രാൻസ്ഫർ ടു ദ ബയർ ഓഫ് ദി ഗുഡ്സ് ആസ് സൂൺ ആസ് ദ ഗുഡ്സ് ആർ സോൾഡ്. ആ ഒരു ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ റിസ്ക് ഉണ്ടെങ്കിലും അത് ആരാണ് സഹിക്കേണ്ടത്? സെയിലിന് ശേഷം ആരത് സഹിക്കേണ്ടത്? ബയ്യറാണ്. പക്ഷേ കൺസൈൻമെൻറ്റിനകത്ത് ഇവിടെ ഏജൻറ്റ് അയാളുടെ ബിഹാഫായിട്ട് മാത്രമല്ലേ ഗുഡ്സ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ആരാ ഏറ്റെടുക്കേണ്ടത്? കൺസൈനർക്ക് മാത്രമാണ്. കൺസൈനിക്ക് അതിനകത്ത് റോളൊന്നുമില്ല. റിട്ടേൺ ഓഫ് ഗുഡ് ഈസ് നോട്ട് പോസിബിൾ ആസ് ഗുഡ്സ് വൺ സോൾഡ് ആർ നോട്ട് റിട്ടേണബിൾ. സെയിലിനകത്ത് മിക്ക കേസുകളിലും ഒരു 99% കേസുകളിലും റിട്ടേൺ ആയിപ്പോയ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കത് തിരിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കൺസൈൻമെൻറ്റിൽ ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺ ഈഫ് ദേ ആർ നോട്ട് സോൾഡ് ബൈ ദ കൺസൈനി. കൺസൈൻമെൻറ്റിനകത്ത് ഗുഡ്സ് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് കൺസൈനർക്ക് തിരിച്ചു കൊടുക്കണം. അക്കൗണ്ട് സെയിൽ. നോ അക്കൗണ്ട് സെയിൽ ഈസ് ഇൻകേർഡ് required to be submitted by the buyer to the seller. അക്കൗണ്ട് സെയിലിനകത്ത് ബയ്യർ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ബയ്യർ സെല്ലർക്ക് പ്രിപ്പയർ ചെയ്ത് സെല്ലർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കൺസൈൻമെൻറ്റിനകത്ത് അക്കൗണ്ട് സെയിൽ എന്ന് വെച്ചാൽ ആ സെയിലിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്, കണക്ക് പോലെയാണ്. The account sale has to be submitted by the consignee to the consignor. പക്ഷേ കൺസൈൻമെൻറ്റിനകത്ത് അങ്ങനെ ഒരു അക്കൗണ്ട് സെയിൽ ആര് പ്രിപ്പയർ ചെയ്യണം? കൺസൈനി പ്രിപ്പയർ ചെയ്ത് കൺസൈനർക്ക് കൊടുക്കണം. Then unsold goods. The seller has nothing to do with the goods which could not be sold. അതായത് സെല്ലർക്ക് അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സെല്ലർക്ക്. പക്ഷേ കൺസൈൻമെൻറ്റിനകത്ത് അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി വിൽ ബി ട്രീറ്റഡ് ആസ് സ്റ്റോക്ക് ടു ദ കൺസൈനർ. അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് കൺസൈനറുടെ സ്റ്റോക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊഫോമ ഇൻവോയ്സ്. Since the goods sent on consignment cannot be treated as sale, the consignor does not prepare proper invoice. അപ്പം ഗുഡ്സ് നമുക്ക് എന്താ ഒരു ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതേ ഉള്ളൂ, സെയിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവോയ്സ് ഒന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയും. ഹി സിംപ്ലി പ്രിപ്പയർസ് പ്രൊഫോമ ഇൻവോയ്സ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ കൺസൈനി എലോങ് വിത്ത് ദ ഗുഡ്സ് ഡിസ്പാച്ച്. അപ്പോൾ ഇത് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനർ ആണ് കേട്ടോ. കൺസൈനർ അതായത് അയാൾക്ക് ആ ഒരു ഗുഡ്സ് ടോട്ടൽ എത്ര രൂപയായി അത് പാക്ക് ചെയ്തതിന് കൺസൈനിക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് അയാൾക്ക് എത്ര രൂപയായി എന്നുള്ളതാണ് നമ്മൾ ആ പെർഫോമ ഇൻവോയ്സിനകത്ത് കാണിക്കുന്നത്. അപ്പം അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനുണ്ട്. ഗുഡ്സിൻ്റെ പ്രൈസ്, എക്സ്പെൻസസ് ഇൻകേർഡ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, മിനിമം സെയിൽ പ്രൈസ്, ഇതെല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രൊഫോമയാണ്. അതിൻ്റെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഒരു എക്സാമ്പിൾ പോലെ നമുക്കിവിടെ ഫോർമാറ്റ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ₹500 ബുഷ് റേഡിയോ സെറ്റ്സ് 600 ഈച്ച്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 3 lakh. അതിനകത്തൊന്ന് എക്സ്പെൻസുകളെല്ലാം ലെസ് ചെയ്യുന്നു. പാക്കിംഗ് ആൻഡ് കാർട്ടേജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, ടോട്ടൽ അപ്പോൾ എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് 3,13,000 എന്ന് വരും. ഓക്കെ, അടുത്ത ടേമാണ് അക്കൗണ്ട് സെയിൽ എന്ന് പറയും. അക്കൗണ്ട് സെയിൽ. As the consignee is an agent and is selling the goods on behalf of the consignor, he has to furnish the details of sale proceeds, expenses, commission to the consignor. അപ്പം ഈ കൺസൈനറുടെ ബിഹാഫായിട്ടാണ് കൺസൈനി ഗുഡ്സ് വിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ആ സെയിലുമായിട്ട് ബന്ധപ്പെട്ട സെയിൽ പ്രൊസീഡ്സ്, എക്സ്പെൻസസ്, കമ്മീഷൻ, ഇതെല്ലാം നമ്മൾ ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക്. അതിൻ്റെ എല്ലാ പ്രൂഫ് നമ്മൾ കൊടുക്കണം. അതിനെയാണ് ആ ഒരു അതെല്ലാം എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇലിസ്ട്രേഷൻ 1 ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഓൺ January 1, 2018, ബാബർ ട്രേഡേഴ്സ് ഓഫ് മുംബൈ കൺസൈൻഡ് 500 ബുഷ് റേഡിയോ സെറ്റ്സ് ടു ഹരി കിഷൻ എൻ്റർപ്രൈസസ്, ചെന്നൈ. ദ കോസ്റ്റ് ഓഫ് ഈച്ച് സെറ്റ് വാസ് 750. എത്ര ബുഷ് റേഡിയോസാ? 500.
ഒരെണ്ണത്തിൻ്റെ വില എത്ര 750. ഓൺ റിസീവിംഗ് ദ കൺസൈൻമെൻറ്റ് ഹരി കിഷൻ എൻ്റർപ്രൈസസ് സെൻഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ് ഫോർ 2500 ആസ് ആൻ അഡ്വാൻസ് ടു ബാർബർ ട്രേഡേഴ്സ്. അപ്പം ഇവർ ഈ കൺസൈൻമെൻറ്റ് ഇത് കെട്ടിക്കഴിഞ്ഞ ഉടനെ കൺസൈനർക്ക് എന്ത് ചെയ്തു, കൺസൈനർക്ക് 25,000 എന്ത് ചെയ്തു, ഒരു ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്തു അഡ്വാൻസ് ആയിട്ട്. ഹരി കൃഷ്ണ എൻ്റർപ്രൈസസ് പെയ്ഡ് 1,500 ഫോർ ഫ്രൈറ്റ്, 2,000 ഫോർ എക്ട്രോയ്, 2,500 ഫോർ ഗോഡൗൺ റൺ. ഇനി കൺസൈനിയാണ് ഹരി കിഷൻ, കൺസൈനർ ആരാണ്, ബോംബെ ട്രേഡേഴ്സ് ആണ്. അപ്പം കൺസൈനിക്ക് വന്ന എക്സ്പെൻസുകളാണ് ഫ്രൈറ്റ്, ഒക്ട്രോയ്, ഗോഡൗൺ റൺ, ഇത്രയും ഉണ്ടായിട്ടുണ്ട്. ഹരി കിഷൻ എൻ്റർപ്രൈസസ് സബ്മിറ്റഡ് ആൻ അക്കൗണ്ട് സെയിൽ ഓൺ March 1, 2018 ഷോയിങ് ദാറ്റ് ഓൾ ദ സെറ്റ്സ് ഹാഡ് ബീൻ സോൾഡ് അറ്റ് ₹850. അങ്ങനെ സെയിൽ പ്രൊസീഡ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ കൺസൈനി, ഹൂ ഇസ് കൺസൈനി ഹിയർ, ഹരി കിഷൻ അല്ലേ, അവർ കൺസൈനിക്ക് ഒരു അക്കൗണ്ട് സെയിൽ കാണിക്കുകയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ എക്സ്പെൻസും അവിടെ കാണിച്ചുകൊണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അക്കൗണ്ട് sale of sales of 500 bush radio sets received from barber traders. അത് വിറ്റതിൻ്റെ കണക്കാണിത്. സെയിൽ പ്രൊസീഡ്സ് എത്രയായിരുന്നു, 500. അതായത് നമ്മളോട് പറഞ്ഞേക്കുന്നത് തുടക്കത്തിൽ പറയുന്നുണ്ട് 500 ബുഷ് റേഡിയോസ്, കണ്ടോ 500 ബുഷ് റേഡിയോസ് എന്നാണ്. അപ്പോൾ അതാ സെയിൽ പ്രൊസീഡ്സ് 500 ബുഷ് റേഡിയോ സെറ്റ് സോൾഡ് അറ്റ് 850. നമ്മളത് എത്ര രൂപയ്ക്കാണ് വിറ്റത്, താഴെ അത് ആദ്യം നമ്മളോട് പറഞ്ഞത് കൺസൈനർ പറഞ്ഞത് എത്രയായിരുന്നു, 750 ഒരെണ്ണം 750. പക്ഷെ നമ്മളത് വിറ്റത് എത്ര രൂപയ്ക്കാണ്, 850 അല്ലേ. അപ്പോൾ ഇതാ നോക്കിക്കേ, 500 × 850 4,25,000. പക്ഷേ ഇവർക്ക് എന്തുണ്ടായിട്ടുണ്ട്, കൺസൈനിക്ക് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, ഫ്രൈറ്റ്, ഒക്ട്രോയ്, ഗോഡൗൺ റൺ, ടോട്ടൽ 6,000 ആയിട്ടുണ്ട്. അത് ലെസ് ചെയ്യണം. അപ്പം 4,25,000 നിന്ന് 66,000 നമ്മൾ ലെസ് ചെയ്യുമ്പം 4,90,000. അതിനകത്ത് വീണ്ടും നമ്മൾ ഓൾറെഡി കമ്മീഷൻ കൊടുത്തിട്ടില്ലായിരുന്നു, അല്ല കമ്മീഷൻ കിട്ടിയിട്ട് എടുക്കണ്ടേ, 10% ആണ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു 10% കമ്മീഷൻ ഓൺ സെയിൽസ്. അപ്പോൾ സെയിൽസ് എത്ര, ആക്ച്വൽ സെയിൽസ് എത്രയാണ്, 4,25,000. അതിൻ്റെ 10% എന്ന് പറയുമ്പം 42,500. അതിനകത്തുനിന്ന് ഓൾറെഡി എത്ര രൂപ നമുക്ക് അഡ്വാൻസ് ആയിട്ട് മറ്റേ ബോംബെ ട്രേഡേഴ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 25,000 നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കുറച്ചേക്കാം. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ഇടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. 25,000 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബാർബർ ട്രേഡേഴ്സ് ഹരി കിഷന് എത്ര രൂപ കൊടുക്കണം, 3,51,500 കൊടുക്കണം. ഓക്കെ ആണോ, ദാറ്റ്സ് ഓൾ. ഇനി കമ്മീഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു ഏജൻറ്റ് ഒരു കമ്മീഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ ടൈപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് പോകാം. ഓർഡിനറി കമ്മീഷൻ, ആദ്യത്താണ് ഓർഡിനറി കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെയിൽ പ്രൊസീഡ്സിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് സെയിൽ കിട്ടിയത് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഫിക്സഡ് പെർസെൻറ്റേജ് പറയുന്നതാണ് ഓർഡിനറി കമ്മീഷൻ. ഇനി സ്പെഷ്യൽ കമ്മീഷൻ 2 രീതിയിലുണ്ട്. ഓവർ റൈഡിങ് കമ്മീഷനുണ്ട്, ഡെൽ ക്രെഡർ കമ്മീഷനുണ്ട്. അപ്പോൾ ഓവർ റൈഡിങ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ആൻ എക്സ്ട്രാ കമ്മീഷൻ അലൗഡ് ഓവർ ആൻഡ് അബോവ് ദ നോർമൽ കമ്മീഷൻ. നോർമൽ കമ്മീഷനേക്കാൾ അതിൻ്റെ മേളിലായിട്ട് അതിനും എക്സ്ട്രാ കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ആൻഡ് ഈസ് ജനറലി ഓഫേർഡ് വെൻ ദ ഏജൻറ്റ് ഈസ് റിക്വയർഡ് ടു പുട്ട് ഇൻ ഹാർഡ് വർക്ക് എയ്തർ ഇൻ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് or where he is entrusted with the work of supervising the performance of other agent. അതായത് അയാൾ ഒരു നല്ല രീതിയിൽ അയാൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് സെയിലായി പോകാനായിട്ട് അയാൾ വളരെയധികം ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ പേരിൽ ഒരു പുതിയ പ്രോഡക്റ്റ് അയാൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ അയാൾ ചെയ്യുവാണെങ്കിൽ അയാൾക്ക് യൂഷ്വലി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ കമ്മീഷൻ നമ്മൾ കൊടുക്കണം, വിച്ച് ഈസ് കോൾഡ് ഓവർ റൈഡിങ് കമ്മീഷൻ. Okay, second one del credor commission. Let's see what is del credor commission. Usually all the losses are borne by the consignor ആണ് യൂഷ്വലി ആ ഒരു സെയിലുമായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് ഓഫ് ലോസ് സഫർ ചെയ്യേണ്ടത്. Sometimes the consignor expects that the consignee should also be responsible for covering the debts. പക്ഷേ ചില കേസുകളിൽ കൺസൈനർ പറയും ഈ റിസ്ക് അല്ലെങ്കിൽ ചില എക്സ്പെൻസുകളുടെ ചില റിസ്ക് നിങ്ങൾ, അല്ലെങ്കിൽ ബാഡ് ഡെറ്റൊക്കെ വരും, കടങ്ങളൊക്കെ വരത്തില്ല, അത് നിങ്ങളും കൂടെ സഹിക്കണമെന്ന് കൺസൈനർ പറയുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ അയാൾക്ക് വരുന്ന ബേർഡൻ അല്ലേ, അതായത് ആ കൺസൈനിക്ക് വരുന്ന ഒരു എക്സ്ട്രാ ബേർഡൻ അല്ലേ, അങ്ങനെ വരുന്ന. അപ്പം അങ്ങനെയൊക്കെ ബാഡ് ഡെറ്റും കൊണ്ട് നഷ്ടം വരികയാണെങ്കിൽ അതും കൂടെ ഞാൻ അതിൻ്റെ ഒരു ഷെയർ എടുത്തോളാം എന്ന് കൺസൈനി പറയുകയാണെങ്കിൽ അയാൾ എടുക്കുന്ന റിസ്കിന് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽ ക്രെഡർ കമ്മീഷൻ. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് കമ്മീഷൻ വരുന്നത്, ഓവർ റൈഡിങ് കമ്മീഷൻ ആൻഡ് ഡെൽ ക്രെഡർ കമ്മീഷൻ.
അപ്പോൾ നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. രാജധാനി സൈക്കിൾസ് ലിമിറ്റഡ് സെൻഡ് 2000 ഡൈനമോസ് കോസ്റ്റിംഗ് 50 ഈച്ച്. ഓർക്കണേ, അവർ എത്ര ഡൈനമോസ് 2000 ആണ്, ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് 50 ആണ്. ഓക്കെ, സെയിലിന് വേണ്ടി നമ്മൾ അയച്ചു കൊടുത്തു. ആർക്ക്? ബാനർജി ആൻഡ് കമ്പനി. അപ്പോൾ ഇവിടെ കൺസൈനറും കൺസൈനിയും ആരൊക്കെയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തേ. രാജധാനി സൈക്കിൾസ് ഈസ് ദ കൺസൈനർ ആൻഡ് ബാനർജി ആൻഡ് കമ്പനി ഈസ് ദ കൺസൈനി. നോർമൽ സെല്ലിംഗ് പ്രൈസ് പെർ ഡൈനാമോ ഈസ് ₹60. ആ ഡൈനാമോ 50 ആണ്, അല്ല, നോർമൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 60 ആണ്. കൺസൈനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു കമ്മീഷൻ അറ്റ്. അപ്പോൾ ഈ കൺസൈനിക്ക് കമ്മീഷൻ്റെ ഡീറ്റെയിൽസ് പറയാണ്. ഫസ്റ്റ് വൺ 5% ആണ് നോർമൽ സെല്ലിംഗ് പ്രൈസ്. നോർമൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 5% കമ്മീഷൻ കൊടുക്കണം. 10% അഡീഷണൽ കമ്മീഷൻ ഓൺ എക്സസ് സെയിൽസ്. എക്സസ് സെയിൽസിന് 10% കമ്മീഷൻ ഉണ്ട്. ആൻഡ് 1.5% ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഓൺ ടോട്ടൽ സെയിൽസ് ഫോർ ഗ്യാരണ്ടിങ് കളക്ഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. അതുകൂടാതെ 1.5% ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ, ഡെറ്റ് കളക്ട് ചെയ്യുന്നതിന്, ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഭാഗമായിട്ട് 1.5 ഡെൽ ക്രെഡിറ്റർ കമ്മീഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് കമ്മീഷനാണ് അയാൾക്ക് വരുന്നത്. ബാനർജി ആൻഡ് കമ്പനി റിപ്പോർട്ടഡ് സെയിൽസ് 500 ഡൈനമോസ് അറ്റ് 60 ഈച്ച്. ഇനി സെയിൽസിൻ്റെ കാര്യം പറയാം. 500 ഡൈനമോസ് വിറ്റത് ₹60ക്ക്, 200 ഡൈനമോസ് അറ്റ് 75, 200 എണ്ണം 75-ന്, ആൻഡ് 400 ഡൈനമോസ് അറ്റ് 75 ഈച്ച്, ആൻഡ് അനദർ 400 അറ്റ് 80 ഈച്ച് ഓൺ ക്രെഡിറ്റ്. ലാസ്റ്റത്തെ മാത്രം ആ 400 അറ്റ് ₹80ക്ക് അത് ക്രെഡിറ്റ് ആണ്, പൈസ കിട്ടിയിട്ടില്ല, കടത്തിന് നമ്മൾ വിറ്റതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് ഒന്ന് നോക്കാം. നോക്കി, അവിടെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 500 യൂണിറ്റ്സ് അറ്റ് ദി റേറ്റ് ഓഫ് 60, 200 യൂണിറ്റ്സ് അറ്റ് ദി റേറ്റ് ഓഫ് 75, 400 അറ്റ് ദി റേറ്റ് ഓഫ് 75, 400 അറ്റ് ദി റേറ്റ് ഓഫ് 80. ടോട്ടൽ എത്ര രൂപയുടെ സെയിൽസ് അവിടെ നടന്നിട്ടുണ്ട്? 7,000, 1,07,000 സെയിൽസ് അവിടെ നടന്നിട്ടുണ്ട്. 500 × 60, 200 × 75 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ സെയിൽസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കമ്മീഷൻ കണ്ടുപിടിക്കാൻ പോകും. 3 കമ്മീഷൻ അയാൾക്കുള്ളത്. ആദ്യം നോർമൽ കമ്മീഷൻ ഉണ്ട്. നോർമൽ കമ്മീഷൻ എത്രയായിരുന്നു? ടോട്ടൽ സെയിൽസിൻ്റെ 5% അല്ലേ? അല്ല, 5% ആണ് നോർമൽ സെല്ലിംഗ് പ്രൈസ്. നോർമൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 5% ആണ്. അപ്പോൾ അത് നോക്കാം. നോർമൽ കമ്മീഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. 5% ഓഫ് നോർമൽ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമ്മൾ നോർമൽ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്, എത്ര യൂണിറ്റ്സ് വിറ്റു നോക്കിയാൽ സെയിൽ, ടോട്ടൽ സെയിൽസ് നോക്കിയാൽ അറിയാൻ പറ്റും. 500 യൂണിറ്റ്സ്, 200 യൂണിറ്റ്സ്, 400 യൂണിറ്റ്സ് ആൻഡ് 400 യൂണിറ്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണ്? 1,500. നോർമൽ സെല്ലിംഗ് പ്രൈസ്, അത് ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. നോർമൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? അപ്പം 1,500 × 60. നോർമൽ സെയിൽ എപ്പോൾ എത്ര വരും? 90,000. ഇനി ഈ 90,000 എത്ര പെർസെൻറ്റേജാണ് നോർമൽ കമ്മീഷൻ കൊടുക്കേണ്ടത്? 5%. അപ്പോൾ അയാൾക്ക് എത്ര കൊടുക്കണം? 4,500. ക്ലിയർ ആണോ? അടുത്തത് അഡീഷണൽ കമ്മീഷൻ. അഡീഷണൽ കമ്മീഷനെ പറ്റി എന്താ പറയുന്നത് നോക്കിക്കേ. 10% അഡീഷണൽ കമ്മീഷൻ ഓൺ എക്സസ് സെയിൽസ്. എക്സസ് സെയിൽസിന് 10% കമ്മീഷൻ. ഇനി അപ്പോൾ നമ്മൾ എക്സസ് സെയിൽസ് കണ്ടുപിടിക്കണം. ടോട്ടൽ സെയിൽസ് എത്രയാണ്? 1,07,000 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നോർമൽ സെയിൽസ് വാല്യൂ എത്ര? അതായത് 1,500 യൂണിറ്റ് 60 അല്ലേ നമ്മൾ കൺസൈനർ വിൽക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പം 1,500 × 60 നോർമൽ സെയിൽ എത്രയാണ്? 90,000. അപ്പോൾ എക്സസ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ സെയിൽസിൽ നിന്ന് നോർമൽ സെയിൽ ലെസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1,07,000 മൈനസ് 90,000. എക്സസ് വാല്യൂ എത്ര വരും? 17,000. ക്ലിയർ ആയോ? ഈ 17,000-നെയാണ് അയാൾക്ക് എന്ത് കൊടുക്കേണ്ടത്? 10% കമ്മീഷൻ. അതപ്പോൾ എത്ര വരും? 1,700. അങ്ങനെ രണ്ടാമത്തെ ടൈപ്പ് കമ്മീഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ മൂന്നാമത്തെ ഡെൽ ക്രെഡിറ്റർ കമ്മീഷനാണ്. അത് 1.5% ഓൺ ടോട്ടൽ സെയിൽസ് എന്നാണ് പറയുന്നത്. അപ്പം ടോട്ടൽ സെയിൽസ് എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 1,07,000 അല്ലേ? ഇൻറ്റു 1.5 ടെക്സ്റ്റിനകത്ത് 3/100 നിങ്ങൾ അങ്ങനെ എടുക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് 1.5/100 കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അതായത് 1,07,000 ഇൻറ്റു 1.5 എന്നല്ല, അപ്പോൾ 1.5 എടുത്താൽ മതി. 1.5 / 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1,605. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ കമ്മീഷൻ കണ്ടുപിടിച്ചേ. 3 കമ്മീഷനും കൂടെ ആഡ് ചെയ്താൽ മതി. ആദ്യത്തെ കമ്മീഷനകത്ത് 4,500, രണ്ടാമത്തേനകത്ത് 1,700 ആൻഡ് ഡെൽ ക്രെഡിറ്ററിനകത്ത് 1,605. ടോട്ടൽ അയാൾക്ക് എത്ര രൂപ അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടിയിട്ടുണ്ട്? 7,805 ടോട്ടൽ കമ്മീഷനാണത്. ഓക്കെ,
അടുത്ത എക്സ്പെൻസസ്. Expenses relating to the consignment of goods are divided into two categories. രണ്ടായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്, നോൺ റെക്കറിങ് എക്സ്പെൻസസും റെക്കറിങ് എക്സ്പെൻസസും. നോൺ റെക്കറിങ് എക്സ്പെൻസസ് എന്താണെന്ന് നോക്കാം. ഓൾ ദി എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ ബ്രിങ്ങിങ് ഗുഡ്സ് ടു ദ ഗോഡൗൺ ഓഫ് ദി കൺസൈനി ആൻഡ് നോൺ റെക്കറിങ് ഇൻ നേച്ചർ. അതായത് നമ്മുടെ ഗുഡ്സ് നമ്മുടെ ഗോഡൗണിൽ നിന്ന് കൺസൈനിയുടെ നമ്മുടെ മാനുഫാക്ചർ ചെയ്ത പ്ലേസിൽ നിന്ന് കൺസൈനിയുടെ ഗോഡൗണിൽ എത്തിക്കുന്നത് വരെയുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ നോൺ റെക്കറിങ് എക്സ്പെൻസ്. അതൊന്നും നമ്മൾ വീണ്ടും ആവർത്തിക്കത്തില്ല. ഓക്കെ, ഒറ്റ തവണ മാത്രമേ അതൊക്കെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നോൺ റെക്കറിങ് എക്സ്പെൻസ്. എക്സാമ്പിളായിട്ട് നമുക്ക് കാർട്ടേജ്, ലോഡിംഗ് ചാർജസ്, ഇൻഷുറൻസ്, ഫ്രൈറ്റ് ഇതൊക്കെ പറയാവുന്നതാണ്. അടുത്തത് റെക്കറിങ് എക്സ്പെൻസ്. റെക്കറിങ് എക്സ്പെൻസിന് വീണ്ടും ഉണ്ടാവുന്നത്. ദീസ് എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ആഫ്റ്റർ ദ ഗുഡ്സ് ഹാവ് റീച്ച്ഡ് ദ കൺസൈനീസ് പ്ലേസ് ഓർ ഗോഡൗൺ. കൺസൈനിയുടെ ഗോഡൗണിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന എക്സ്പെൻസുകളാണ് റെക്കറിങ് എക്സ്പെൻസസ്. ദേ ആർ റെക്കറിങ് ഇൻ നേച്ചർ ബിക്കോസ് ദേ മേ ബി ഇൻകേർഡ് റിപ്പീറ്റഡ്ലി ബട്ട് ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കോസ്റ്റുകളൊക്കെ റിപ്പീറ്റഡ് ആണ്, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ബിൽ, അഡ്വർടൈസിങ്, കമ്മീഷൻ ഓൺ സെയിൽസ്, കമ്മീഷൻ ഓൺ കളക്ഷൻ, ചെക്ക്, ട്രാവലിംഗ്, ഇതെല്ലാം എന്താണ്? ബാഡ് ഡെറ്റ്, കമ്മീഷൻ ടു എക്സ്പെൻസസ് ഓഫ് കമ്മീഷൻ, ഇതെല്ലാം റെക്കറിങ്. അപ്പോൾ രണ്ട് ടൈപ്പാണ്, നോൺ റെക്കറിങ് ആൻഡ് റെക്കറിങ്. ദെൻ അടുത്തത് അഡ്വാൻസ് ആണ്. ഇറ്റ് ഇസ് എ കോമൺ ട്രേഡ് പ്രാക്ടീസ് ഫോർ ദ കൺസൈനർ ടു ഡിമാൻഡ് some advance from the consignee as a security of the goods dispatched to him. അപ്പം ഇതെന്ന് വെച്ചാൽ അഡ്വാൻസ് ആർക്ക് കൊടുക്കുന്നതാണ്? അതായത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ട്രേഡ് പ്രാക്ടീസ് ആണിത്. ഫോർ ദ കൺസൈനർ എന്ത് ചെയ്യും? കൺസൈനർ ഡിമാൻഡ് ചെയ്യും. അതായത് നമ്മൾ ഗുഡ്സ് എന്ത് വിശ്വസിച്ച് ഇടയിൽ കൊടുക്കുന്നു, ഇയാളിത് വിറ്റ് നമുക്ക് പൈസ തരുമോ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു അഡ്വാൻസ് തുക കൺസൈനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെടുക്കും. ഇതിനെയാണ് നമ്മൾ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആണ് നോക്കി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ആദ്യം ബുക്സ് ഓഫ് ദി കൺസൈനർ ആണ്. ബുക്സ് ഓഫ് കൺസൈനറുണ്ട്, കൺസൈനി ഉണ്ട്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കൺസൈനറുടെ ബുക്കാണ് കേട്ടോ. ഓരോ സിറ്റുവേഷനും നമ്മൾ ജേണൽ എൻട്രി ഉണ്ട്. ജേണൽ എൻട്രി കാണാതെ പഠിച്ചു വെക്കണം. ഓരോ സിറ്റുവേഷനും വരുമ്പം നമ്മൾ എന്ത് എൻട്രിയാണ് എഴുതുന്നുള്ളത് പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ, ഗുഡ്സ് ഡിസ്പാച്ച് ടു ദ കൺസൈനി. കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഡിസ്പാച്ച് ചെയ്ത് കഴിയുമ്പോൾ ജേണൽ എൻട്രി നമ്മൾ എഴുതും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. സെക്കൻഡ്, എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ. അപ്പോൾ ഈ ഗുഡ്സ് എല്ലാം പാക്കൊക്കെ ചെയ്ത് കൺസൈനിയുടെ എടുത്തുകൊണ്ട് എത്തിക്കുന്നതിന് കൺസൈനർക്ക് എക്സ്പെൻസ് ആവുന്നുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ദെൻ അഡ്വാൻസ് മെയ്ഡ് ബൈ ദി കൺസൈനി. ഇനി കൺസൈനർക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിൻ്റെ ജേണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനി. അടുത്തത്, ബിൽ റിസീവ്ഡ് ഫ്രം ദ കൺസൈനി ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. അപ്പോൾ കൺസൈനിയുടെ അടുത്തു നിന്ന് കിട്ടിയ ബില്ല് കൺസൈനർ ബാങ്കിൽ കൊണ്ട് മാറും. അപ്പോൾ ബാങ്ക് ഒരു ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് അവിടെ പിടിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽ റിസീവബിൾ. ബാങ്കിൽ നമ്മൾ ബില്ല് മാറുമ്പോൾ ബാങ്ക് ഒരു ചെറിയ എമൗണ്ട് അവരുടെ ഒരു കമ്മീഷനായിട്ട് എടുക്കും. അതാണ് ആ ഡിസ്കൗണ്ടിൻ്റെ അവിടെ കാണിക്കുന്നത്. ദെൻ റെസീപ്റ്റ് ഓഫ് അക്കൗണ്ട് സെയിൽ ഫ്രം കൺസൈനി. അതായത് സെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കൺസൈനിയുടെ അടുത്തുനിന്ന് അക്കൗണ്ട് സെയിൽ കിട്ടുകയാണ്. ഓക്കെ, അക്കൗണ്ട് സെയിൽ കിട്ടുമ്പോൾ അതിനകത്ത് ആ സബ്ബായിട്ട് 3 എണ്ണം വരുന്നുണ്ട്. ഫോർ സെയിൽ മെയ്ഡ് ബൈ ദ കൺസൈനി സെയിൽ നടത്തി കഴിഞ്ഞ ജേണൽ എൻട്രി കൺസൈനീസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ്. ദെൻ കൺസൈനിക്കുണ്ടായ എക്സ്പെൻസുകൾ, ആ ഗുഡ്സ് എല്ലാം വിറ്റ് പോകുന്നതിന് ആ ഏജൻറ്റിനുണ്ടാകുന്ന എക്സ്പെൻസുകൾ കാണിക്കാനായിട്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. ദെൻ കൺസൈനിയുടെ കമ്മീഷൻ എടുക്കുമ്പം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ. ദെൻ ഗുഡ്സ് റിട്ടേൺ ബൈ ദ കൺസൈനി. അൺസോൾഡ് ഗുഡ്സ് കൺസൈനർക്ക് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ്. ദെൻ ബാഡ് ഡെറ്റ് ഇൻകേർഡ്. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്.
Next one, remittance by the consignee in full settlement. സെയിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം സെയിൽ പർപ്പസ് സെയിൽ പ്രൊസീഡ്സ് എല്ലാം തിരിച്ച് നമ്മൾ കൺസൈനർക്ക് നടത്തി ഫുൾ സെറ്റിൽമെൻറ്റ് നടത്തുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിലൂടെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ്. 10th one, ക്ലോസിംഗ് എൻട്രി ഫോർ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. നമ്മൾ ഗുഡ്സ് അയച്ചത് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താണ് അത് ക്ലോസ് ചെയ്യുന്നത്. ജേണൽ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ അൺസോൾഡ് സ്റ്റോക്ക് വിത്ത് ദ കൺസൈനി. കൺസൈനിയുടെ എടുത്തിട്ടുള്ള അൺസോൾഡ് സ്റ്റോക്ക് നമ്മൾ ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ്. ഓക്കെ, ഇത്രയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. Next one, consignment account. It is prepared by the consignor showing all transactions relating to particular consignment. ഇത് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനർ, അതായത് ഓണറാണ് ഇത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഷോയിങ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ കൺസൈൻമെൻറ്റ്. ആ ഒരു കൺസൈൻമെൻറ്റിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ അതിനകത്ത് ഷോ ചെയ്യും. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് ടു അസർട്ടൈൻ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിങ് ഫ്രം ഈച്ച് കൺസൈൻമെൻറ്റ്. എന്തിനത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസൈൻമെൻറ്റിലൂടെ കൺസൈനർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും കാണാതെ പഠിച്ചാലും മതി കേട്ടോ. കൺസൈൻമെൻറ്റ് ടു, അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. ഡെബിറ്റിൽ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, കൺസൈനറുടെ എക്സ്പെൻസ്, കൺസൈനിയുടെ എക്സ്പെൻസ്, കമ്മീഷന്, ബാഡ് ഡെറ്റ്, ഇതെല്ലാം ഡെബിറ്റ് ചെയ്യും. ദെൻ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്, പിന്നെ ഗുഡ്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത്, അൺസോൾഡ് സ്റ്റോക്ക് അത്, പിന്നെ ലോസ് ആണെങ്കിൽ അത്. ഇത്രയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ദെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്. അതിനകത്ത് വരുന്നത് റിട്ടേൺഡ് ഗുഡ്സ്, ഡെബിറ്റ് സൈഡിൽ റിട്ടേൺഡ് ഗുഡ്സ് കാണിക്കും. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ എന്തോരം ഗുഡ്സ് നമ്മൾ കൺസൈൻ ചെയ്തിട്ടുണ്ട്, അതായത് ആദ്യമേ നമ്മൾ കുറേ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ, അത് എന്തോരം ഉണ്ടെന്നുള്ളത് ക്രെഡിറ്റ് സൈഡിലും. ബാക്കി വരുന്ന ഗുഡ്സ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് മാറ്റും. അടുത്ത കൺസൈനീസ് അക്കൗണ്ട്. കൺസൈനി ആരാ? ഏജൻ്റാണ്. അയാളുടെ അക്കൗണ്ട് ഫോമാറ്റാണിത്. അയാളുടെ ക്രെഡിറ്റ് സൈഡിൽ അയാളുടെ അഡ്വാൻസ് കാണിക്കും, പിന്നെ അയാളുടെ എക്സ്പെൻസ് കാണിക്കും, അയാളുടെ കമ്മീഷൻ കാണിക്കും. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും. ദാറ്റ്സ് ഓൾ. അത്രയാണ് 3 പേരുടെയും അക്കൗണ്ട് വരുന്നത്.
നെക്സ്റ്റ് രജിസ്ട്രേഷൻ 3 ആണ്. ഇത് ഫുള്ളുള്ളതാണ്. അതായത് കൺസൈനർ പിന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആൻഡ് കൺസൈനീസ് അക്കൗണ്ട്. ഇത്രയും ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ബുഷ് റേഡിയോ ആൻഡ് കമ്പനി ഡൽഹി സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ടു ചഡ്ഡ ആൻഡ് കമ്പനി കൽക്കട്ട 100 റേഡിയോ സെറ്റ്സ് ഇൻവോയ്സ്ഡ് അറ്റ് 100 ഈച്ച്. അപ്പോൾ 100 റേഡിയോ സെറ്റ്സ് ആണ്. ഒരെണ്ണത്തിൻ്റെ വില 100 തന്നെയാണ്. ഇൻവോയ്സിൽ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓൺ January 6, 2018 ബുഷ് റേഡിയോ ആൻഡ് കമ്പനി പെയ്ഡ് ₹1,000 ഓൺ ദ സെയിം ഡേ ഫോർ ഡിസ്പാച്ചിങ് ഗുഡ്സ് ടു ദ കൺസൈനി. അപ്പം ആ സെയിം ഡേറ്റിൽ തന്നെ ഇവരെന്ത് ചെയ്തു? ബുഷ് റേഡിയോ, അതായത് കൺസൈനറാണ്. കൺസൈനർ എന്ത് ചെയ്തു? 1,000 കൺസൈനിക്ക് നമ്മൾ ഗുഡ്സ് പേ ചെയ്തതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്തു. കൺസൈനി റെമിറ്റഡ് ₹5,000 ആസ് ആൻ അഡ്വാൻസ് ബൈ ബാങ്ക് ഡ്രാഫ്റ്റ് January 14. അപ്പം ഈ കൺസൈനി എന്ത് ചെയ്തു? തിരിച്ച് അഡ്വാൻസ് ആയിട്ട് 5,000 കൺസൈനർക്കും സെൻഡ് ചെയ്തു. ഓക്കെ. ദെൻ ദ കൺസൈനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 10% ഓഫ് ദി സെയിൽ പ്രൊസീഡ്സ്. കൺസൈനിക്ക് സെയിൽസ് പ്രൊസീഡ്സിൻ്റെ 10% കിട്ടണം. ഓൺ റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ദ കൺസൈനി പെയ്ഡ് 1,000 ഫോർ ഫ്രൈറ്റ്, 500 ആസ് ഗോ ഡൗൺ ചാർജസ്. കൺസൈനിയുടെ എക്സ്പെൻസുകളാണ് 1,000 ഫ്രൈറ്റും അതുപോലെ 500 ഗോ ഡൗൺ ചാർജസും. On January 28, Chadda and Company sent a account sale showing that the radio sets have realized 200 each. അപ്പോൾ സെയിൽ പ്രൊസീഡ്സ് കഴിഞ്ഞപ്പോൾ കൺസൈനർക്ക് എന്തയച്ചു? അക്കൗണ്ട് സെയിൽ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു റേഡിയോ വിറ്റത് 200 അപ്പോൾ തുടക്കത്തിൽ നമ്മളോട് പറയുന്നുണ്ട് കൺസൈനർ എത്ര രൂപയാണ് പറഞ്ഞത്? 100 ആണ്. 100 റേഡിയോ അറ്റ് ദ റേറ്റ് ഓഫ് 100. പക്ഷേ വിറ്റുപോയത് എത്ര രൂപയ്ക്കാണ്? 100 റേഡിയോ സെറ്റ്സ് അറ്റ് 200 അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഇൻ ദ ബുക്സ് ഓഫ് ബുഷ് റേഡിയോ ആൻഡ് കമ്പനി, അതായത് കൺസൈനറിൻ്റെ ബുക്കിലാണ് വരുന്നത്. ആദ്യം നമ്മൾ മുമ്പേ പഠിച്ച ജേണൽ എൻട്രീസ് ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നത്. ഓരോ സിറ്റുവേഷൻ നോക്കി ജേണൽ എൻട്രീസ് എഴുതണം. കൺസൈൻമെൻറ്റ് ആദ്യത്തേത് എന്താ? നമുക്ക് ഗുഡ്സ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ കൺസൈൻമെൻറ്റ് ഓഫ് കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പോൾ എത്ര റേഡിയോ? 100 റേഡിയോ സെറ്റ്സ്. എത്ര രൂപയ്ക്കാണ്? 100. സോ 100 × 100 ബ്രാക്കറ്റിൽ ഓരോ ജേണൽ എൻട്രീസിൻ്റെയും ബ്രാക്കറ്റിൽ കാൽക്കുലേഷൻ കാണിച്ചേക്കണേ. 100 × 100 10,000. ഓക്കെ. ദെൻ എക്സ്പെൻസസ് ഇൻകർ അയക്ക് ആ ഒരു ഗോഡൗണിൽ കൺസൈനറുടെ എക്സ്പെൻസ് അയക്ക് ടോട്ടൽ അയക്ക് എത്ര രൂപയായെന്ന് നോക്കിക്കേ. The Bush and Company and paid 1,000 on the same day for dispatching goods to the consignee. കൺസൈനിയുടെ അടുത്തോട്ട് ഗുഡ്സ് എത്തിക്കുന്നതിന് കൺസൈനർക്ക് 1000 രൂപയായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് കൺസൈനറുടെ എക്സ്പെൻസ് ആണ് ജേണൽ എൻട്രി. കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് 1,000. ഓക്കെ ആണോ? അടുത്തത് അഡ്വാൻസ് അയച്ചായിരുന്നല്ലോ കൺസൈനർക്ക് അഡ്വാൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി എത്ര രൂപയാണ്? 5,000. എക്സാക്റ്റ് എമൗണ്ട് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ദെൻ കൺസൈനിക്ക് വന്ന എക്സ്പെൻസുകൾ, കൺസൈനിക്ക് ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയി നോക്കിക്കേ. അയാൾക്ക് 1,000 ഫ്രൈറ്റും ആയി, 500 ഗോ ഡൗൺ ചാർജസ്. അങ്ങനെ ടോട്ടൽ എത്ര രൂപയായി? 1,500 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നോക്കിക്കേ. കൺസൈനറുടെ എക്സ്പെൻസ് ആണ് കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി. എമൗണ്ട് എത്രയാണ്? 1,500. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. ഇനി ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സ് എന്ന് വെച്ചാൽ 100 റേഡിയോ സെറ്റ്സ് ആണ്. അത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? എത്ര രൂപയ്ക്കാണ് സെയിലായപ്പോൾ? എത്ര രൂപയ്ക്കാണ്? 200 ഈച്ചാണ് അല്ലേ? അപ്പോൾ കാൽക്കുലേഷൻ ബ്രാക്കറ്റ് അതിൽ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കിക്കേ. ചഡ്ഡ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട ബ്രാക്കറ്റിൽ കാണിച്ചേക്കണം 100 × 200. അത് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. സെയിലായിപ്പോയത് 200 സോ 100 × 200 20,000. ഓക്കെ ആണോ? ഇനി അവർക്ക് കമ്മീഷൻ കൊടുക്കണമല്ലോ. സെയിൽ പ്രൊസീഡ്സിൻ്റെ 10% ആണ്. അപ്പോൾ ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി. സെയിൽസ് പ്രൊസീഡ് 20,000 ആണ്. ഇൻറ്റു 10/100 2,000 ആണ് കമ്മീഷൻ. ഓക്കെ. ദെൻ ബാലൻസ് പേയ്മെൻറ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കണം. ബാലൻസ് പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കാൽക്കുലേഷൻ ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ സൈഡിലേക്കോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ടായിട്ട് വല്ലതും കണ്ടുപിടിച്ചു. ഞാനത് പറഞ്ഞുതരാം. ടോട്ടൽ എത്ര രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ആയത്? 20,000 അല്ലേ? 20,000 എങ്ങനെയാണ് വന്നത്? 100 × 200 അത് വിറ്റുപോയത് ഓരോ റേഡിയോയും. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 2,000. സെയിൽ പ്രൈസ് 2,000.
ആണല്ലോ. അപ്പോൾ പക്ഷേ അതിനകത്തുനിന്ന് അയാൾക്ക് എന്ത് കുറയ്ക്കണം? നമുക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്, കൺസൈനിക്ക് ഒരു 1500 രൂപയുടെ എക്സ്പെൻസ് ആയിട്ടുണ്ട്, അത് കുറയ്ക്കണം. പിന്നെയോ 2000 രൂപ കമ്മീഷൻ കുറയ്ക്കണം. പിന്നെ ഒരു 5000 രൂപ അയാളുടെ നേരത്തെ നമ്മളൊരു അഡ്വാൻസ് ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വലി ഇനി ബാലൻസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 2000, അതിനകത്തുനിന്ന് കൺസൈനിയുടെ എക്സ്പെൻസ് എത്രയാ? 1500, അത് ലെസ് ചെയ്യണം. 2000 മൈനസ് 1500. പിന്നെ നമ്മുടെ കമ്മീഷൻ കുറയ്ക്കണം. 2000 രൂപയാണ് കമ്മീഷൻ, സെഗെയിൻ ലെസ് 2000. പിന്നെ ഓൾറെഡി ഒരു 2500 അയാളുടെ കയ്യിൽ നിന്ന് ഒരു 5000 അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇത്രയും എക്സ്പെൻസുകൾ, ഇത്രയും എമൗണ്ടുകൾ എവിടെ നിന്ന് കുറയ്ക്കണം? 20,000-ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഏത്? ഫൈനൽ പേയ്മെൻറ്റിനുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് 11,500. കാൽക്കുലേഷൻ ലാസ്റ്റ് ടൈം ഒന്നുകൂടെ പറഞ്ഞത് 20,000 മൈനസ് 1,500 മൈനസ് 2,000 മൈനസ് 5,000, 11,500 ആണ് ഫൈനൽ പേയ്മെൻറ്റ്. ഇനി ഇത്രയും നിങ്ങൾ എഴുതി നിർത്തിയിട്ട് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് 2 എൻട്രി എഴുതാനുള്ള, ഈ കൺസൈൻമെൻറ്റിലൂടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റിൻ്റെ എൻട്രി എഴുതാനുള്ളതും, ലോസ് ആണെങ്കിൽ അത് അതിനും എഴുതാനുള്ള എൻട്രിക്കുള്ള സ്പേസ്, ഏകദേശം 2 എൻട്രിക്കുള്ള സ്പേസ് നിങ്ങളവിടെ വിട്ടിട്ട് നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ടിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് താഴെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട്. ഇനി നമ്മൾ ജേണൽ എൻട്രി നോക്കിയിട്ട് ഈ കൽക്കട്ട കൺസൈൻമെൻറ്റിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റണം. ആദ്യത്തെ എൻട്രി നോക്കിക്കേ, കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പം കൽക്കട്ട അക്കൗണ്ട് അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എത്രയാ? 10,000. കണ്ടോ? രണ്ടാമത്തെ എൻട്രി നോക്കിക്കേ, കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. അപ്പോൾ കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് 1,000. കണ്ടോ? അതും വന്നിട്ടുണ്ട്. മൂന്നാമത്തെ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ. അവിടെ കൽക്കട്ട വരുന്നുണ്ടോ? ഇല്ല. അടുത്തതിനകത്ത് വരുന്നുണ്ട്, കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി 1,500. ടു ചഡ്ഡ ആൻഡ് കമ്പനി 1,500. അടുത്തത് നെക്സ്റ്റ്, ചഡ്ഡ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട. അപ്പം ക്രെഡിറ്റ് അല്ലേ കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട. അപ്പം ക്രെഡിറ്റ് സൈഡിൽ ബൈ ചഡ്ഡ ആൻഡ് കമ്പനി 20,000. കണ്ടോ? ബൈ ചഡ്ഡ ആൻഡ് കമ്പനി 20,000. പിന്നെ നെക്സ്റ്റ് വീണ്ടും കൽക്കട്ട വരുന്നുണ്ട്, കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി, ഡെബിറ്റ് സൈഡിൽ ടു ചഡ്ഡ ആൻഡ് കമ്പനി 2,000. പിന്നെ എവിടെയെങ്കിലും കൽക്കട്ട വരുന്നുണ്ടോ? ഇല്ല, പിന്നെങ്ങും വരുന്നില്ല. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ 2 സൈഡും ടോട്ടലി ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റാണ്, അതായത് ക്രെഡിറ്റ് കൂടുതലും ഡെബിറ്റ് കുറവാണ്. നമുക്ക് കൺസൈൻമെൻറ്റിലൂടെ നമുക്ക് പ്രോഫിറ്റാണ് വന്നേക്കുന്നത്. അപ്പം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,500, ഡിഫറൻസ് ആണ് 5,500 പ്രോഫിറ്റ്. ഇനി നമുക്ക് ഈ കിട്ടിയ പ്രോഫിറ്റ് എങ്ങോട്ടേക്ക് മാറ്റണം? ജേണൽ എൻട്രിയിലേക്ക് കാണിക്കണം. എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്? കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദാ എഴുതിയിട്ടുണ്ട് കണ്ടോ? 31st January കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. എത്ര രൂപ നമുക്ക് വന്നു? 5,500. ലാസ്റ്റ് ഒരു എൻട്രി കൂടെ സ്പേസ് അവിടെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. അടുത്ത അക്കൗണ്ട് ഏതാ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ വീണ്ടും ജേണൽ എൻട്രി നോക്കിയിട്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്നത് നോക്കണം. ആദ്യത്തെ ഒറ്റ എൻട്രിയിൽ മാത്രമേ അത് വരുന്നുള്ളൂ. കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അവിടെ എന്ത് എഴുതും? ബൈ കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട 10,000. കണ്ടോ? അതാ നോക്കിക്കേ, ബൈ കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട 10,000. ആ ഒരൊറ്റ എൻട്രി അവിടെ വരുന്നുള്ളൂ. ഇനി ഈ 10,000 എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു 10,000. അപ്പോൾ ഈ 10,000 ആണ് നമ്മളിനി ജേണലിലോട്ട് മാറ്റേണ്ടത്. ജേണൽ എൻട്രി എങ്ങനെ വരും? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് 10,000. ഇതാ കണ്ടോ? ലാസ്റ്റത്തെ എൻട്രി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് 10,000. അങ്ങനെ നമ്മൾ ജേണലെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ലെഡ്ജർ, അത് ഏതൊക്കെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തു? കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അടുത്തത് ചഡ്ഡ ആൻഡ് കമ്പനി അക്കൗണ്ട്, അയാളുടെ കൂടെ ചെയ്യാനുള്ളൂ. അപ്പം ജേണൽ എൻട്രി നോക്കിയിട്ട് ചഡ്ഡ ആൻഡ് കമ്പനിയെ റിലേറ്റ് ചെയ്യുന്ന വരുന്ന എല്ലാം മാറ്റുക. ഒന്നാമത്തേലില്ല, രണ്ടാമത്തേലില്ല, മൂന്നാമത്തേൽ വരുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി 5,000. അപ്പോൾ ചഡ്ഡ ആൻഡ് കമ്പനിയിൽ എന്ത് എഴുതും? ബൈ ബാങ്ക് 5,000. കണ്ടോ കിടക്കുന്ന ബൈ ബാങ്ക് 5,000. അടുത്ത പിന്നെ ചഡ്ഡ എവിടെ വരുന്നത്? നെക്സ്റ്റ് വൺ വരുന്നുണ്ട് കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി. അപ്പോൾ ചഡ്ഡ ആൻഡ് കമ്പനിയിൽ ബൈ കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട 1,500. ഇതാ നോക്കിക്കേ, ബൈ കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട 1,500.
അടുത്ത വീണ്ടും വരുന്നുണ്ട് ചഡ്ഡ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ടു കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട 2000. ഇതാ കണ്ടോ, 2000 അല്ല 20,000 ടു 20,000. അടുത്ത പിന്നെ നെക്സ്റ്റും വരുന്നുണ്ട് കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി. അപ്പോൾ ചഡ്ഡ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട 2000. ഇതാ നോക്കിക്കോളൂ, ബൈ കൺസൈൻമെൻറ്റ് ടു കൽക്കട്ട 2000. നെക്സ്റ്റ് വൺ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചഡ്ഡ ആൻഡ് കമ്പനി. അപ്പോൾ ചഡ്ഡ ആൻഡ് കമ്പനിയുടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് 11,500. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ചഡ്ഡ ആൻഡ് കമ്പനി റിലേറ്റ് ചെയ്യുന്ന അത്രയും ടോട്ടൽ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ടോട്ടലായിട്ട് വരും 20,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ കൺസൈനറുടെ അക്കൗണ്ടും ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ. ഇതിനകത്ത് നമ്മൾ കൺസൈനറുടെ അക്കൗണ്ട്, ദെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ലെഡ്ജർ, കൺസൈനിയുടെ അക്കൗണ്ട്. ഓക്കെ.